ഹലോ. ഹലോ. ഇക്കോയ്. എന്താടോ? ഇപ്പൊ എന്തെടുക്കുവാടെ? സാധാരണ ഞാൻ ഈ സമയത്ത് എന്താ ചെയ്യാറുള്ളത്? അതൊക്കെ അറിയാം. എന്തെങ്കിലും ഒന്ന് പറഞ്ഞാണ്. ആദ്യം പറയത്തില്ല, നിങ്ങളോടല്ലേ അവസ്ഥ ചോദിച്ച, നിങ്ങള് പറയും. അല്ല, ഈ സമയത്ത് സാധാരണ നമ്മൾ രണ്ടാളും തല്ലൂടുന്ന സമയല്ലേ? എനക്കറിഞ്ഞൂടെ? തമാശ. കാര്യമായിട്ട് പറഞ്ഞ സമയം നോക്കി നീ. സമയൊക്കെ കണക്കൂട്ടി വെച്ചിരിക്ക തല്ലൂരിനൊക്കെ. പിന്നെ ഇന്നത്തെ പണിയെല്ലാം കഴിഞ്ഞില്ലേ? കഴിഞ്ഞല്ലോ. നീ എല്ലാം കഴിച്ചിട്ട് ഉറങ്ങാൻ മാത്രമല്ലേ ഉള്ളൂ പുന്നാരമോളെ? എന്താണ് ഒരു പുന്നാര മോള്? അതൊന്നുമില്ല, അങ്ങനെ വിളിക്കണമെന്ന് തോന്നി, ഇത്രേ ഉള്ളൂ. എന്തോ ഇതിലാണ് അങ്ങനെ വിളിച്ചത്, അതെനിക്ക് പെട്ടെന്ന് മനസ്സിലായി. അങ്ങനെ ഇങ്ങോട്ട് പെട്ടെന്നാക്കണ്ട, എല്ലാം പതിയെ മതി, സമാധാനത്തിൽ. അല്ല, നമ്മൾ പോകുന്ന കാര്യം എന്തായിടോ? എവിടേക്ക്? നമ്മളൊരു ലോങ് പോകുന്ന കാര്യം പറഞ്ഞില്ലായിരുന്നോ? അത് നിങ്ങള് വന്നിട്ടല്ലേ? അല്ല, നീയല്ലേ പറഞ്ഞേ ഞാനൊന്ന് ആലോചിക്കട്ടെ, അത്രയൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞില്ലേ? ഓ അങ്ങനെ. എന്തായി തീരുമാനം? തീരുമാനം എന്താവാനാ? ആരാണ്ടൊക്കെ വേറെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞല്ലോ, ആരാ അത്? നീ അല്ലേടി പറഞ്ഞേ ആരെയൊക്കെ കൊണ്ടുവന്ന്? അതൊക്കെ അപ്പഴല്ലേ, അപ്പൊ തീരുമാനിക്കാം. ഇപ്പൊ തന്നെ എന്തിനാ അങ്ങനെ എടുക്കണേ? ഞാൻ വന്നിട്ടല്ലേ? അല്ല, ഇപ്പേ തീരുമാനിച്ചു വെച്ചാലേ ഒന്നും നടക്കൂല. അല്ല, സമയമാകുമ്പോ എനിക്ക് പറയാമല്ലോ. എന്ത് പോന്നില്ലാന്ന്? അതെനിക്കറിയാം, ഞാനൊന്നും മുൻപേ പ്ലാൻ ചെയ്യാറില്ല, അതുകൊണ്ട്. അല്ല, എല്ലാ പ്ലാനിങ്ങും നല്ലതാടോ. ഇപ്പൊ ലൈഫിൽ നീ കുറെ പ്ലാനിങ് നടത്തിയില്ലേ, അവസാനം എന്തായി? ഒറ്റയ്ക്ക് വീട്ടിൽ കുത്തിയിരിക്കണ്ടെന്നില്ലേ? അതാ പറയണ, പ്ലാനിങ് പാടില്ലാന്ന്. നീയല്ലേ ചെയ്തത് ഇതും? അത് ഞാന് കല്യാണം കഴിക്കണക്കാട്ടി മുന്നേ ഒരു പ്ലാനൊക്കെ വെച്ചിരുന്നു, അത് സത്യം. എന്നിട്ടോ? അത് ജീവിതത്തിൽ നടക്കൂലെന്ന് മനസ്സിലായി. അതിപ്പോ മനസ്സിലായ? നീ കൊറേ കാലം കഴിയുമ്പോ ഇനിയും പറയും വേറെയൊക്കെ. ഞാൻ വിചാരിച്ച നടക്കും. നീയല്ലേ പറഞ്ഞ നിന്റെ ആഗ്രഹം ഒന്നും സാധിച്ചു തരുന്നില്ലാന്ന്? അത് നിങ്ങളായോണ്ടാ, വേറെ ആരെങ്കിലും അതൊക്കെ സാധിച്ചു തന്നേനെ. പിന്നെ ചുമ്മാതെ ചുമ്മാ പറഞ്ഞേ. അല്ല, കാര്യത്തില നിങ്ങൾ എന്റെ ഒരു ആഗ്രഹം സാധിച്ചു തരണേ. ഒരാഗ്രഹം ഞാൻ സാധിച്ചു തരാം. അതെന്താ? ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് നിന്നെ നിന്റെ വീട്ടിൽ കൊണ്ടാക്കാം.